ബാക്ക് ടു ബിനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 10ാമത്തെ ചാപ്റ്ററാണ് കുഞ്ഞുങ്ങളെ. അതിൻ്റെ 166ാമത്തെ പേജാണ് ഇനി നമ്മൾ എടുക്കാനുള്ളത്. ഞാൻ ഇതുവരെയുള്ളതെല്ലാം നോട്ടും തന്നിട്ടുണ്ട് കേട്ടോ. സയൻസും സോഷ്യലിൻ്റെയും പിന്നെ അതുപോലെ തന്നെ മാത്സും ഒക്കെ നോട്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കയറി കാണണേ കുഞ്ഞുങ്ങൾ കേട്ടോ. പിന്നെ നമ്മൾ മാത്സിൻ്റെ പുതിയ രൂപങ്ങൾ അല്ലെങ്കിൽ ന്യൂ ഫോംസ് നോക്കൂ നിങ്ങൾ. ഇതെങ്ങനെയാണ് നോക്കിക്കേ, നമ്മുടെ ടെസ്റ്റിൽ തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നീ സ്കൂളിലൊക്കെ പോകാത്തവരുണ്ടെങ്കിൽ ഒന്ന് കേൾക്കണേ. ഛേദം 10ൻ്റെ കൃതി അല്ലാത്ത ചില ഭിന്നങ്ങളെ അത്തരം രൂപത്തിലാക്കി ദശാംശ രൂപത്തിൽ എഴുതുന്നത് കണ്ടല്ലോ. അതായത് നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താ, ഇപ്പം 2/10 അല്ലെങ്കിൽ 3/100. ഇവിടെ എല്ലാം നോക്കിക്കേ, ഛേദം എന്ന് വെച്ചാൽ ഡിനോമിനേറ്റർ നോക്കിക്കേ 0 വരുന്നത് അല്ലേ. 10ഓ 100ഓ 1000ഓ വരണമെന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് അല്ലേ. ഡിനോമിനേറ്റർ ഒന്നുകിൽ 10 വരണം അല്ലേ, അല്ലെങ്കിൽ 100 വരണം, അല്ലെങ്കിൽ 1000 വരണമെന്നായിരുന്നു നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇനി അതല്ല, ഇനിയിപ്പം നമ്മൾ അതിൻ്റെ രണ്ടാമത്തെ പാർട്ടി പഠിച്ചത് എന്താ, ഇനി 20ഓ അല്ലെങ്കിൽ 5ഓ അല്ലെങ്കിൽ 40ഓ അല്ലെങ്കിൽ 8ഓ അല്ലേ. പാർട്ട് 2ഉം 3ഉം ഒക്കെ കണ്ടവർക്കറിയാം അല്ലേ. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യും, നമ്മൾ ആദ്യമേ ഫ്രാക്ഷനെ ഡെസിമലിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ താഴെ എന്തായി, ഒന്നുകിൽ 10ഓ 100ഓ 1000ഓ ഒക്കെ വരണമെന്നായിരുന്നു നമ്മൾ പഠിച്ചത്. ഇനി അതല്ല, ഇനി എന്താണെന്നും അതിൻ്റെ തൊട്ട് മുന്നിലെ ഹോംവർക്ക് അതായിരുന്നു അല്ലേ. ഇപ്പം 3/20 ഒന്നുകിൽ 20 ആയിരിക്കണം, അല്ലെങ്കിൽ 40, അല്ലെങ്കിൽ 80, ഇതൊക്കെയാണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഒക്കെ. എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ, ഇപ്പം 20 ആണെങ്കിൽ നമുക്ക് 10 ആക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്തോ ആക്കണം, 100 ആക്കണം അല്ലേ. അപ്പം നമ്മൾ എന്തിട്ട് കൊടുത്തു, 5 ഇട്ട് കൊടുത്തു. ഇപ്പം 40 ആണെങ്കിലോ നമുക്ക് 100 ആക്കാൻ പറ്റത്തില്ല അല്ലേ. അപ്പം നമ്മൾ എത്ര ഇട്ട് കൊടുത്തത്, 4ൻ്റെ കൂടെ എത്ര, 1000 വരണം അല്ലേ. അപ്പം ഇവിടെ 40 ഇവിടെ 80. അപ്പം എന്താ 10 അല്ലാതെ 10, 100, 1000 ഒക്കെ വരേണ്ട രീതിയിലോട്ട് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്തായിരുന്നു ചെയ്തത് അല്ലേ. 5, 25 ഇതൊക്കെ നമ്മൾ നല്ലപോലെ ചെയ്താ. പക്ഷെ അവർ പറഞ്ഞ ഇതൊന്നും അല്ലാതെ നോക്കണേ കുഞ്ഞുങ്ങൾ. ഇനി വ്യത്യാസം, ഇതുവരെ പഠിച്ച രീതി അല്ല ഇനിയും നോക്കണേ. 10ൻ്റെ കൃതി അല്ലാതെ ഇപ്പം നോക്കിയേ, 10 ഇപ്പം 10ൻ്റെ കൃതി എന്ന് വെച്ചാൽ ഇപ്പം 10⁻². കണ്ടോ, ഇങ്ങനെ ഇത് നമ്മൾ അടി ചെയ്തില്ലേ, ഇങ്ങനെയൊക്കെ ചെയ്തില്ലായിരുന്നോ, അതാ കൃതി എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ മണ്ടയ്ക്ക് അങ്ങനെ അതല്ലാത്ത ചില ഭിന്നങ്ങളെ അത്തരം രൂപത്തിലാക്കി ദശാംശ രൂപത്തിൽ എഴുതുന്നതാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 1/3 നോക്കണേ നിങ്ങളെ, 1/3 അല്ലേ. 1/3 എങ്ങനെ മാറ്റാൻ നമുക്ക്, ഇങ്ങനെ മാറ്റാൻ കഴിയുമോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുന്നില്ല, 1/3 ആണ്. 1/3 എന്ന് പറയുന്നതിൻ്റെ അതേ വാല്യൂ ആണ് 2/6, അതേ വിലയാണ് 3/9, അതേ വിലയാണ് 4/9 അല്ലേ. എങ്ങനെ മനസ്സിലായി നിങ്ങൾക്ക്? കാരണം നോക്കിയേ, ഇവിടെ 3യുടെ ടേബിളാണ് പോയിരിക്കുന്നത്. ഇവിടെ നോക്കിയേ 1, 1, 2, 3, 4, 5 ഇങ്ങനെ പോകും അല്ലേ. ഇതെന്താ, ഇക്വലൻ്റ് ഫ്രാക്ഷൻ എന്ന് നമ്മൾ പറയും അല്ലേ. അതായത് ഇപ്പം 1/3യെ നമ്മൾ 1 കൊണ്ട് ചെയ്തു. അപ്പോൾ എന്താ, 1/3 തന്നെയാണ്. 1/3യെ നമ്മൾ 2 വെച്ച് ചെയ്തു. അപ്പോൾ എന്താ, 2/6 ആണ്. ഇനി 1/3യെ നമ്മൾ 3 വെച്ച് ചെയ്തു അല്ലേ, എന്താ 3/9 ആണ്. അതല്ലേ ഈ കിടക്കുന്നത് നോക്കിയേ, 1/3, 2/6, 3/9 അല്ലേ ഇവിടെ കിടക്കുന്നത് അല്ലേ. അപ്പോൾ എന്താ, നമ്മൾ ഈ 1/3യെ 1 കൊണ്ടും 2 കൊണ്ടും 3 കൊണ്ടും അടുത്ത 4 കൊണ്ടും ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്കിത് തന്നെ. എന്ന് വെച്ചാൽ എന്താ, ഇതെല്ലാം എന്താ കുഞ്ഞുങ്ങളെ 3ൻ്റെ ഗുണിതത്തിലല്ലേ വരുന്നത്. കാരണം എന്താ, ഈ ഡിനോമിനേറ്റർ എന്താണെന്ന് നോക്കുക കേട്ടോ. ഡിനോമിനേറ്റർ ഒക്കെ 3 അല്ലേ. അപ്പോൾ ഇതെല്ലാം 3ൻ്റെ ഗുണിതമാണ്. അങ്ങനെയാണെങ്കിൽ 1/3ൻ്റെ പല രൂപങ്ങളിൽ ഒന്നിലും 10ൻ്റെ കൃതികളൊന്നും ഛേദമായി വരില്ല അല്ലേ. ശരിയല്ലയോ? നമ്മൾ 3ൻ്റെ ടേബിൾ എടുത്തു കഴിഞ്ഞാൽ 1/3ൻ്റെ പല രൂപങ്ങളിൽ ഒന്നിലും നോക്കിയേ 10ൻ്റെ കൃതികളൊന്നും ഛേദമായി വരില്ല. കാരണം 10ൻ്റെ കൃതികളെല്ലാം 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 ആണ്. 10ൻ്റെ കൃതികൾ അല്ലേ. ഇപ്പം നോക്കൂ നിങ്ങൾ, ഇപ്പം 10നെ നമ്മൾ 3 കൊണ്ട് ചെയ്തേ, 10നെ 3 കൊണ്ട് ചെയ്തേ, ഏതാ 3, 3, 9, ശിഷ്ടം 1 വന്നു അല്ലേ. ഇനി അതുപോലെ 20നെ നമ്മളൊന്ന് ചെയ്തേ, 10ൻ്റെ കൃതിയല്ലേ. അടുത്തത് 10ൻ്റെ അടുത്ത എത്ര കുഞ്ഞുങ്ങളെ, 10 കഴിഞ്ഞാൽ പിന്നെ അടുത്ത 100 അല്ലേ. 100ൻ്റെ നമ്മൾ 3 വെച്ച് ചെയ്തേ, 3, 3, 9 അല്ലേ. ബാലൻസ് 10, വീണ്ടും 3, 3, 9, ബാലൻസ് ആട്ടോ 1 വന്നു. കണ്ടോ 10ൻ്റെ കൃതി. അതുപോലെ തന്നെ നമ്മൾ 1000 കൊണ്ട് ചെയ്താലും എന്താ, 1000 കൊണ്ട് ചെയ്താലും 333 വരും. അതായത് മനസ്സിലായോ,
മനസ്സിലാവുന്നുണ്ടോ? 3 3 9, ശിഷ്ടം 1, 0 താത്രയ്ക്ക് 10, 3 3 9, പിന്നെ എന്താ 10, പിന്നെ 3 3 9, അപ്പോഴും ശിഷ്ടം എന്ത് വരും? കണ്ടോ പറഞ്ഞത് എന്താ 10ൻ്റെ കൃതികളിലൊന്നും എന്താ കൃതികളൊന്നും ഛേദമായി വരില്ല. കാരണം എന്താ 10ൻ്റെ കൃതികളെല്ലാം 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം നോക്കൂ നിങ്ങളെ. 10നെ നമ്മൾ 3 കൊണ്ട് ഹരിച്ചപ്പോഴും 1, 100നെ 3 കൊണ്ട് ഹരിച്ചപ്പോഴും 1, 1000നെ 3 കൊണ്ട് ഹരിച്ചപ്പോഴും നമുക്ക് 1 കിട്ടിയത്. കണ്ടോ ഇവിടെ ഹരിച്ച് വെച്ചേക്കുന്നുണ്ടോ? നമ്മളിപ്പോൾ അപ്പുറത്ത് കാണിച്ചതാ കണ്ടേ. അതായത് 10നെ 3 കൊണ്ട് ഹരിച്ചാൽ 3 3 9, ശിഷ്ടം 1. ഇനിയാണ് നിങ്ങൾ അറിയേണ്ടത് ഇതിനെ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് അറിയണേ. എന്താ ഇതിനെ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യുക. 3 ഇൻറ്റു 3 കേട്ടോ. താഴെ കിടക്കുന്നത് എന്താ +1, 3 9 10. അതാണ് ഈ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ 100നെ നമ്മൾ ചെയ്തോ 100 ഡിവൈഡ് 3 ഏതാ 3 3 9, 10, 3 3 9, ശിഷ്ടം 1 അല്ലേ. അതും എന്താ എഴുതേണ്ടത്? 3 ഇൻറ്റു 33 കണ്ടോ +1. അവിടെ എന്താണ് ഇതെല്ലാം ശിഷ്ടം 1 വന്നു. അപ്പോൾ 1000 ആണെങ്കിലും 3 ഇൻറ്റു 333 ശിഷ്ടം 1 വന്നു. മനസ്സിലാക്കി പോണേ കേട്ടോ. എങ്കിലേ നമുക്ക് ഹോംവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ, എക്സസൈസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പം 1/3നെ ഇതുവരെ കണ്ടതുപോലെയുള്ള ദശാംശ രൂപത്തിൽ നമുക്ക് എഴുതാൻ കഴിയില്ല. എന്നാൽ 1/3നോട് അടുത്ത് നിൽക്കുന്ന ചില ഭിന്നസംഖ്യകളെ നമുക്ക് ദശാംശ രൂപത്തിൽ എഴുതാം. അതിൻ്റെ അടുത്ത് നിൽക്കുന്നത് അല്ലേ, അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാം. ആദ്യം മുകളിൽ ഭാഗവും മിച്ചവുമായിട്ട് എഴുതിയതെല്ലാം ഭിന്ന രൂപത്തിൽ എഴുതാം. ഇവിടെ നോക്കൂ നിങ്ങൾ, നമ്മൾ 10/3 എന്ന് നമ്മൾ പറഞ്ഞില്ലേ ഇല്ലയോ. ഇപ്പോൾ 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര വന്നത്? നമ്മളിപ്പോൾ 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം 3 ഇൻറ്റു 3 9, ശിഷ്ടം 1. ഇതിനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിലോട്ട്, ഓർമ്മയുണ്ടോ മിക്സഡ് ഫ്രാക്ഷനൊക്കെ? മിശ്ര ഭിന്നത്തിലോട്ട് മാറ്റുമ്പോൾ എങ്ങനെ എഴുതും? കോഷ്യൻറ്റിനെ ഫസ്റ്റിൽ എഴുതുക. ഏതാണ് ഈ കോഷ്യൻ്റ്? ഇതാണ് കോഷ്യൻ്റ്, അതായത് ഹരണഫലത്തെ ആദ്യം എഴുതുക കേട്ടോ. ഇനി ഇവിടെ ഏതാണോ ഈ താഴെ കിടക്കുന്നത് അതാണ് ഈ ഡിവൈസർ എന്ന് പറയും കേട്ടോ. ഡിവൈസർ അതിനെ താഴെ തന്നെ എഴുതണം. നിങ്ങൾ ഈ എഴുതുന്നത് തെറ്റിയാൽ ഇനിയുള്ള കണക്കിൽ ഇത് അറിയണം കേട്ടോ. കോഷ്യൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഈ കിട്ടുന്ന ആൻസറിനെ ഫസ്റ്റിൽ ലെഫ്റ്റ് സൈഡിൽ അയാളാണ് ഇവിടുത്തെ ഈ തേര് തെളിച്ചുകൊണ്ട് പോകുന്ന ഫസ്റ്റിൽ നിൽക്കുന്ന ആൾ കേട്ടോ. ഇനി എന്തിനെ വെച്ചാണോ നമ്മൾ ചെയ്തത്? 3 അല്ലേ, ഇവിടെ താഴെ കിടന്ന ഈ 3 അല്ലേ, അത് താഴെ തന്നെ കൊടുക്കുക. ശിഷ്ടത്തിനെ മേളിൽ കൊടുക്കുക കേട്ടോ. ഇതറിയണേ. ഇതിനെ നമ്മൾ മിക്സർ ഫ്രാക്ഷൻ കേട്ടോ, മിശ്ര ഭിന്നം. അപ്പം നമ്മൾ അതിനെ എങ്ങനെ എഴുതും? 3 + 1/3 എന്ന് അതായി കൊടുത്തിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ 100നെ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഇതുപോലെ എഴുതാം. 33 ആണ് കോഷ്യൻ്റ് കണ്ടോ. ഇവിടെ 33 വരും. 33 × 3 99, ബാലൻസ് 1. അതുപോലെ തന്നെ ഇത് എഴുതും. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? ചെയ്തു തരണോ വേണ്ട എല്ലാം അറിയാമല്ലോ. ഇതുപോലെ തന്നെ അതായത് ഇപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പം 1000 അല്ലേ, ഈ 1000നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര പറഞ്ഞില്ലേ? 3 × 3 9 അല്ലേ. 10 9 പോയാൽ 1, ഈ 0 താത്തിറക്കി അപ്പോൾ 10. വീണ്ടും 3 × 3 9, ശിഷ്ടം 1. പിന്നെ ഈ 0 താത്തിറക്കി 10. വീണ്ടും 3 × 3 9, ശിഷ്ടം 1. മനസ്സിലായോ? അപ്പം നമ്മൾ എന്തോ എഴുതണം? ഈ കിട്ടിയ കോഷ്യൻറ്റിനെ ഫസ്റ്റ് എഴുതുക 333. ഈ ഡിവൈസറിനെ താഴെ കൊടുക്കുക 3 റിമൈൻഡർ ശിഷ്ടത്തിനെ മുകളിൽ കൊടുക്കുക. ഇതാ പറഞ്ഞ് ഇത് എഴുതാൻ അറിയാമെങ്കിലേ നമുക്ക് ഇനി അങ്ങോട്ടുള്ള ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ഇങ്ങനെ മാറ്റി എഴുതാം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ 1/3 × 10 വെച്ച് നമ്മൾ ചെയ്തു നോക്കുക ഇല്ലേ. ഇവിടെ നമ്മൾ ആദ്യമേ എന്താ 10/3 അല്ലേ, അപ്പം നമ്മൾ 10 വെച്ച് ചെയ്തു. ഇവിടെ 100/3 100 വെച്ച് ചെയ്തു. 1000/3 1000 വെച്ച് ചെയ്തു എന്നൊക്കെയാണ് ഇനി ഇവിടെ പറയുന്നത്. ഇത്രയും ഓക്കെ ആണോ നിങ്ങളെ? ഇനി ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ എന്നെ ചുരുക്കി അങ്ങ് പറയട്ടെ. അതായത് നമുക്കൊരു എക്സസൈസ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. ഇപ്പം ഒരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മൾ കുറേ എക്സർസൈസ് ചെയ്തതാണ്, എന്നാലും ഞാൻ പറയാം. ഇപ്പം 1/7 തന്നെ ചെയ്യാം നമുക്ക്. 1/7 അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കണം. ഇത് ചെയ്യാമെങ്കിൽ നമുക്ക് എക്സർസൈസ് എളുപ്പം ചെയ്യാൻ പറ്റും കേട്ടോ. രാവിലത്തെ എണീക്കുമ്പോഴുള്ള എക്സർസൈസ് അല്ല, ക്വസ്റ്റ്യനാണ് കേട്ടോ. നോക്കിക്കേ, 1/7 നോക്കണേ. 1/7ൻ്റെ ദശാംശ രൂപം, ഇതിൻ്റെ ദശാംശ രൂപം എഴുതാൻ കേട്ടോ. എന്താണ്? ഡെസിമൽ ഫോമിലോട്ട് ഇത് ഫ്രാക്ഷനിലല്ലേ തന്നെ, ഇതിനെ ഡെസിമൽ ഫോമിലോട്ട് മാറ്റണം കേട്ടോ. ഡെസിമൽ ഫോമിലോട്ട് മാറ്റാം. ചോദ്യം കണ്ടോ നിങ്ങളെ? ഓക്കെ ആണല്ലോ. അപ്പം നമുക്കറിയാം ഡെസിമൽ ഫോം എന്ന് നമ്മൾ കേൾക്കുമ്പോഴേ അറിയാം, ഒന്നുകിൽ ഡിനോമിനേറ്റർ അല്ലേ, ഛേദം എന്ന് പറയുന്നത് 10 ആയിരിക്കണം, അല്ലെങ്കിൽ 100 ആയിരിക്കണം,
അല്ലെങ്കിൽ 1000 ആയിരിക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മനസ്സിലാക്കണം കേട്ടോ. ഇതിൽ ഇതിങ്ങനെയുള്ളതായിരിക്കണം ഡിനോമിനേറ്റർ. അതാണ് ചെയ്യാൻ എളുപ്പം. ഛേദം ഇത് വെച്ച് ചെയ്യണം അല്ലേ. നമുക്ക് നോക്കാം. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. 1/7 ആണ് ഇത്. നിങ്ങൾക്ക് ചിലപ്പോൾ 3 മാർക്കിന് ഇത് ചോദിച്ചെന്ന് വെച്ചോ. ഇനി ഇതെന്നല്ല, ഏത് ചോദിച്ചാലും എഴുതാൻ എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കണം. 1/7 ആണ്. അപ്പം നമുക്ക് എന്തോ ചെയ്യണം? ഫസ്റ്റ് 10 വെച്ച് ചെയ്യാം അല്ലേ. ഇതിലേതെങ്കിലും ഒന്ന് ഡിനോമിനേറ്റർ വരണം. അപ്പം നമ്മൾ എന്തോ അറിയാം, ഇതിന് എവിടെ കൊടുക്കും? ഒന്നും ആലോചിക്കണ്ട കേട്ടോ. 1/7 നമ്മൾ 10 വെച്ച് ചെയ്യണം. ആദ്യമേ നിങ്ങൾ ഇങ്ങനെ എഴുതണം കേട്ടോ. 1/7 10 വെച്ച്. അപ്പോൾ എന്താണെന്നറിയോ? 1 × 10 10/7 ആയി കേട്ടോ. ഇതിന് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് കറക്റ്റ്. എന്തുകൊണ്ടാണ് ഇംപ്രോപ്പർ എന്ന് പറഞ്ഞാൽ അറിയാമോ? മുകളിൽ ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്കൊരിക്കലും ആൻസർ കിട്ടത്തില്ലെന്നല്ല, നമ്മൾ അതിനെ അങ്ങ് മാറ്റണം. എപ്പം നമുക്ക് നിങ്ങളുടെ ഈ ക്വസ്റ്റ്യനകത്തിൽ ഇങ്ങനെ വന്നാലും എന്താണെന്നറിയാം, വരയ്ക്ക് മുകളിൽ വലുതും വരയ്ക്ക് താഴെ ചെറുതും ആക്കരുത് കുഞ്ഞുങ്ങളെ. നമ്മൾ അതിനെ എന്ത് ചെയ്യണം? മാറ്റണം. അതായത് ഡിവൈഡ് ചെയ്യണം. എങ്ങനെ ചെയ്യണം? 10നെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം കേട്ടോ. 10നെ 7 വെച്ച് നോക്കിയേ. 10 ഡിവൈഡ് 7 ഒരു 7 ബാലൻസ് അല്ലേ 3 കണ്ടോ. ഇത്രയാണ് നമുക്ക് വന്നത്. മനസ്സിലാക്കണേ. അപ്പം മുമ്പ് നമ്മൾ പറഞ്ഞു മുകളിൽ വരുന്ന ആരാണോ അതായിരിക്കും ഇവിടുത്തെ തേരാളി എന്ന് പറയും അല്ലേ. ഈ വണ്ടി ഓടിക്കുന്ന ഫസ്റ്റ് നിൽക്കേണ്ടത്. ഇനി ഇവിടെ ഡിവൈസർ ആരെയാണോ അതിൻ്റെ ഈ 7 ഇല്ലയോ അതെപ്പോഴും താഴെ തന്നെയാണ്. ആ ഒരു ക്ലൂ പഠിക്കണം കേട്ടോ. 7 ഇപ്പോഴത്തേക്ക് ഈ റിമൈൻഡർ അല്ലേ, ശിഷ്ടം എപ്പോഴും എന്ത് ചെയ്യണം? മേളിൽ പോവും. ഇതറിയണം. ഇത് ഇത്ര ഓക്കെ ആണോ? 10 വെച്ച് ചെയ്തപ്പം നമുക്ക് ഇങ്ങനെ കിട്ടി. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. അടുത്ത നമ്മൾ എന്ത് ചെയ്യുന്നറിയാം? 10 വെച്ച് ചെയ്തു. ഇനി നമുക്ക് 100 വെച്ച് ചെയ്യാം. 100 വെച്ച് ചെയ്യുമ്പം 1 × 100 100 /7. നോക്കാം. 100നെ 7 കൊണ്ട് ചെയ്യാം. 100നെ 7 കൊണ്ട് ചെയ്യാം. ഒരു 7 7. 10ൽ നിന്ന് 7 പോയാൽ 3 ആണ് കുഞ്ഞുങ്ങളെ. 0 താത്തറക്കി 30 അല്ലേ. 30 ആകുമ്പോൾ എത്ര വരും? 30 ആകുമ്പം നമുക്ക് എത്ര? 7 4 വരും. 4 7 28 അല്ലേ. പിന്നെ എത്ര? 30ൽ നിന്ന് 28 പോയാൽ ശിഷ്ടം 2 ഇങ്ങനെ വരും. അപ്പോൾ ഇവിടുത്തെ കാരണവരാരാ? ഏറ്റവും ടോപ്പിലല്ലേ. കിട്ടുന്ന ആൻസർ ആരാ? അത് വേണം ഫസ്റ്റിൽ എഴുതാൻ. 14 ഏതിനെയാണ് ചെയ്തത്? 7നെയാണ് ചെയ്തത് അല്ലേ. എത്ര ആണ് ശിഷ്ടം? അയാൾ മേളിൽ പോകും. ഇതാണ് രണ്ടാമത് നമുക്ക് കിട്ടിയത്. അപ്പോൾ 10നെ ചെയ്തപ്പം 1 3/7 കിട്ടി. 100 വെച്ച് ചെയ്തപ്പം 14 2/7 കിട്ടി. ഇനി 1000 കൂടെ ചെയ്യാം. 1/7 × 1000. ഇവിടെ നിങ്ങൾക്ക് തെറ്റരുത് കേട്ടോ. അതായത് 1000/7. 1000നെ 7 കൊണ്ട് ചെയ്യാം. 1000 ഡിവൈഡ് 7 ഒരു 7 7 അല്ലേ. ഒരു 7 പിന്നെ 3 30 4 7 28 അല്ലേ. 2 ഇനി ഒരു 0 കൊണ്ടുണ്ട് താത്തിറക്കാൻ. അതാത് 0 അതാത് താത്തിറക്കണം കേട്ടോ. 20 എത്ര? 2 7 14 അല്ലേ. 2 7 14. 20ൽ നിന്ന് 14 പോയാൽ ശിഷ്ടം 6. ഇനി താത്തിറക്കാവൊന്നും ഇല്ലെങ്കിൽ അവിടെ നിർത്തുക. താത്തിറക്കാൻ വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ അവിടെ നിർത്തുക. അപ്പോൾ ഇവിടുത്തെ നോക്കിയ ആളാരാ? 142 ആണ്. 142 ആരെയാണ് ചെയ്തത്? 7നെയാണ് ചെയ്തത്. ശിഷ്ടം എത്ര വന്നേ? 6 ആണ്. ഇത്രയും ഓക്കെ ആണോ നിങ്ങളെ? ഇത്രയും നിങ്ങൾക്ക് ഓക്കെ ആണോ? ഇതിനകത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഓക്കെ ആണോ? എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ലല്ലോ. ഇത്രയും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിനി എക്സർസൈസിൻ്റെ ഒരു കണക്ക് ചെയ്യാം. കാരണം കുറച്ചുകൂടെ കണക്ട് ചെയ്ത് ഇനിയും ബാക്കി ഇതിന് സംശയമൊന്നുമില്ലല്ലോ. തന്നിരിക്കുന്ന സംഖ്യ 10 വെച്ച് ചെയ്തു, 100 വെച്ച് ചെയ്തു, 1000 വെച്ച് ചെയ്തു. എന്തെങ്കിലും ഇതെല്ലാം മിക്സഡ് ഫ്രാക്ഷനാണ് അല്ലേ. മിശ്ര ഭിന്നം അല്ലേ. അതായത് തന്നിരിക്കുന്ന ഹരണഫലം അല്ലെങ്കിൽ കോഷ്യന്റിനെ വേണം ഫസ്റ്റിൽ എഴുതാൻ കേട്ടോ. നമുക്ക് പേജ് നമ്പർ 172 കേട്ടോ. 172 ഇതിലൊക്കെ ആണേ. നമുക്കത് ചെയ്യാൻ പോവാണേ. 172 ചോദ്യം നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അതായത് ചുവടെയുള്ള ഭിന്നസംഖ്യകൾ ഓരോന്നിനും അടുത്തടുത്ത് വരുന്ന 10ന്റെ കൃതി ഛേദമായ ഭിന്നങ്ങൾ കണ്ടുപിടിച്ച് കേട്ടോ എഴുതാനാണ്. ഈ ലാസ്റ്റ് 172 പേജിലെ അതിൽ ഒന്നാമത്തത് 5/6 ആണ് കേട്ടോ. നല്ലപോലെ മനസ്സിലാക്കണേ. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 5/6. അപ്പം നമ്മൾ ഈ പറഞ്ഞ രീതി തന്നെ നമുക്ക് ഫോളോ ചെയ്യണം. എന്താ? 5/6 ആണ് നമ്മുടെ ചോദ്യം. അപ്പം നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടത്? 5 അല്ലേ. 5/6നെ നമ്മൾ 10 വെച്ച് ചെയ്യണം കേട്ടോ. പിന്നെയോ
5/5 എന്തോ ഞാൻ ഇങ്ങനെ പോകുന്നത് 5/6 100 വെച്ച് ചെയ്യണം അല്ലേ. 5/6 1000 വെച്ച് ചെയ്യാം കേട്ടോ. ആദ്യമേ നമ്മൾ 10, 100, 1000. അപ്പം നോക്ക് 5 × 10 50/6. ഇവിടെ 5 × 100 500/6. ഇവിടെ 5 × 1000 5000/6. ഞാൻ മുമ്പ് പറഞ്ഞു നമുക്ക് കിട്ടുന്ന ആൻസർ വരയ്ക്ക് മുകളിൽ വലുതാണ് എങ്കിൽ ഇംപ്രോപ്പറാണ്. ഇംപ്രോപ്പറിൽ ഒരിക്കലും ആൻസർ വരത്തില്ല. പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റിയിട്ട് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് ചെയ്യാം കുഞ്ഞുങ്ങളെ 50/6. നോക്കിക്കേ 7 6 48 8 6 48 വന്നു അല്ലേ. ശിഷ്ടം എത്ര? 48ഉം 2ഉം ആണ് അല്ലേ. 48 2 ആണ് വന്നത് കണ്ടോ. ഇത്രയാണ് വന്നത്. അപ്പം നമുക്ക് എന്താ ഇവിടുത്തെ ആളാരാണ്? 8 അല്ലേ. താഴെ എത്രനെയാണ് ചെയ്തത്? 6/2 കേട്ടോ. ഇനി വേണേ ഇതിനെ എന്താണെന്നറിയോ, നിങ്ങൾക്കൊരു പാടാന്നുണ്ടെങ്കിൽ വിട്ടേരെ. ഇതിനെ മുകളിലും താഴെയും വന്നതിനെ വേണേൽ നമുക്ക് കുറച്ചുകൂടെ സിമ്പിളസ്റ്റ് ഫോമിലോട്ട് മാറ്റാം. മുകളിലും താഴെയും വരുന്നത് പറ്റുമെങ്കിൽ മാത്രമേ എടുത്ത് ചാടാവൂ, ഇല്ലെങ്കിൽ ചെയ്യാൻ പോകരുത്. കാരണം 2ഉം 6ഉം 2ൻ്റെ ടേബിളിൽ വരുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് അതിനെ എന്താണെന്നറിയോ, ഇങ്ങനെ എഴുതാം. അറിയത്തില്ലെങ്കിൽ അവിടെ അതുപോലെ തന്നെ എഴുതി വെക്കുക, ഒന്നും മാറ്റണ്ട. ഞാനൊരു എളുപ്പവഴി പറഞ്ഞതാണ്. ഇത് നോക്കൂ നിങ്ങളെ 2ഉം 6ഉം 2ൻ്റെ ടേബിളിൽ പറയും, 2ൻ്റെ ടേബിളിൽ വരും അല്ലേ. അപ്പോൾ 1/3 എന്ന് വേണമെങ്കിൽ എഴുതാം. 8 1/3 എന്ന് വേണമെങ്കിൽ എഴുതാം. എന്ന് വെച്ചാൽ അറിയാമെങ്കിൽ എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ പിന്നെ വരുമ്പോൾ തെറ്റിക്കല്ലേ. മനസ്സിലായോ? അതായത് 2-ലും 6-ലും ഞാൻ ഇങ്ങോട്ട് കാണിക്കാം. ഇപ്പോൾ 8 2/6 എന്നുള്ളതിനെ 8നെ അതുപോലെ തന്നെ എഴുതുക. 2ഉം 6ഉം 2ൻ്റെ ടേബിളിൽ 1 2 2 3 2 6 എന്ന് വേണമെങ്കിൽ എഴുതാം. എഴുതി അറിയാവുന്നവർ മാത്രം എഴുതിയാൽ മതി, തെറ്റിക്കല്ല. അതുകൊണ്ടാട്ടോ. അപ്പോൾ ഒന്നാമത്തേത് നമുക്ക് കിട്ടി. ഇനി രണ്ടാമത്തത് 500നെ നമ്മൾ എന്ത് ചെയ്യണം? 500നെ 6 വെച്ച് മുമ്പ് നമ്മൾ 6 8 48 ബാലൻസ് 2. അപ്പോൾ 20, ഈ 0 താത്രയ്ക്ക് 20. 2 6 ഊട്ടി കൊടൈക്കനാൽ അല്ലേ. 6 3 18. വീണ്ടും എന്ത് വന്നു? ശിഷ്ടം വന്നു അല്ലേ. അപ്പോൾ എത്ര അവിടെ വന്നത്? 83 അല്ലേ. 83ഉം പിന്നെ ഏതാ ഇവിടെ താഴെ 6 താഴെ 2 അല്ലേ. 83/6 കിട്ടി. വേണേ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 83 1/3 എന്ന് വേണമെങ്കിൽ എഴുതാം. കാരണം എന്താ, 2/3 നമുക്ക് വെട്ടി ചെറുതാക്കിയെന്നേ ഉള്ളേ. ലോവസ്റ്റ് ഫോം കേട്ടോ, സിമ്പിളസ്റ്റ് ഫോം ചെറുതാക്കിയെന്നേ ഉള്ളൂ. അത് വേണമെങ്കിൽ അങ്ങനെ എഴുതുന്നതും ശരിയാണ്, ഇങ്ങനെ എഴുതുന്നതും ശരിയാണ് കേട്ടോ. ചെറിയ ഫോമിലോട്ട് മാറ്റാം. ഇനി അതുപോലെ തന്നെ ഇവിടെ എന്തായിരിക്കും കുഞ്ഞുങ്ങളെ? നോക്കിക്കേ 83 അല്ലേ. അവിടെ ഒരു 0 കൂടെ വന്നാൽ വീണ്ടും ഒരു 0 ഒരു 3 കൂടെ കയറുമെന്നേ ഉള്ളൂ. കാരണം എന്താ നോക്കിയേ 50 500 5000 അല്ലേ. 8 83 833 കേട്ടോ. 833 എന്താ 2/2 എന്തായിരിക്കും 6 വരും. മനസ്സിലായോ? ഇതിനെ വേണേ ചെറുതാക്കാം, ഇല്ലെങ്കിൽ വിട്ടേരാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് മുമ്പ് നമ്മൾ ഫസ്റ്റ് മെത്തേഡിൽ ചെയ്യുന്ന രീതിയിൽ ചെയ്യേണ്ടത്. ഇനി ഇതിനെ എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് ഇങ്ങനെ അങ്ങ് ചെയ്ത് വെച്ചാൽ മതിയോ? അല്ല, ഇതിനെ എന്ത് കാണണം? ചുവടെയുള്ള ഭിന്നങ്ങൾ ഓരോന്നിനും അടുത്തടുത്ത് വരുന്ന 10ൻ്റെ കൃതി ഛേദമായ 10ൻ്റെ കൃതികൾ. 10ൻ്റെ കൃതി ഏതൊക്കെയാ? 10 100 1000 ഇതൊക്കെയല്ലേ 10ൻ്റെ കൃതി. കണ്ടുപിടിച്ച് അതിനെ ദശാംശ രൂപത്തിൽ എഴുതുക എന്നതാണ്. ഇതിനെ കണ്ടുപിടിച്ചിട്ട് ദശാംശ രൂപത്തിലോട്ട് എഴുതുക. കുഞ്ഞുങ്ങളെ നോക്കിയേ, നമ്മുടെ ഫസ്റ്റ് ഏതായിരുന്നു? 5/6 നമ്മുടെ ചോദ്യം അല്ലേ. ഒന്നാമത്തെ ആൻസർ ആരാണ് ഇവിടുത്തെ? ഒന്നാമത്തെ 8 അല്ലേ. 8 2/6 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 8 + 2/6 എന്നാണ് കേട്ടോ. അതിൻ്റെ അർത്ഥം വരുന്നത് 8 2/6 എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 + 2/6. ഇനി നമ്മളതിനെ കൃതിയായ 1/10 വെച്ച് ചെയ്യാം. ഈ 1/10 എന്ന് പറയുന്നതിനെ ബ്രാക്കറ്റിൽ കയറ്റി എഴുതിക്കുക കേട്ടോ. ബ്രാക്കറ്റ് ഇനി ചെയ്യുന്ന നല്ലപോലെ ശ്രദ്ധിക്കണം. ഒരെണ്ണം ചെയ്യുമ്പോൾ നമ്മൾ ഓരോ മോഡൽ പഠിക്കുവാണല്ലോ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 10നെ ആവും. നിങ്ങൾ എവിടെ നോക്കിക്കേ, ഇത് രണ്ടും ബ്രാക്കറ്റിൽ കിടക്കുകയാണ്. ഇത് ബ്രാക്കറ്റിൻ്റെ വെളിയിലാണ്. ഈ ബ്രാക്കറ്റിൻ്റെ വെളിയിൽ ആരുണ്ടെങ്കിലും അയാളെ പോയി ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ആൾ പോയി കാണും കേട്ടോ. അപ്പം നോക്കിയേ, ഫസ്റ്റ്
നമുക്ക് 8നെ പോയി ഇവർ പോയി കാണാം. ഈ 8 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്തെന്നറിയോ? 8/1 എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ഏതൊരു സംഖ്യ 1, 2, 3 നമ്മൾ ചെല്ലത്തില്ലേ, നാച്ചുറൽ നമ്പറൊക്കെ ചെല്ലത്തില്ലേ, അതിൻ്റെ എല്ലാ അർത്ഥം എന്താ? അതിൻ്റെ അടിയിൽ ആരുണ്ട്? 1 ഉണ്ട്. 8 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 1 ഉണ്ടതാ കേട്ടോ. 8/1, 10/1. ഇപ്പം നമ്മൾ 15 എന്ന് എഴുതുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം 15/1 എന്നുണ്ട്. അങ്ങനെ വിചാരിക്കണേ. അപ്പോൾ ഇവിടെ 8/1 മനസ്സിൽ വിചാരിക്കണം. അപ്പം 1 × 8 എത്ര കുഞ്ഞുങ്ങളെ? ഇവിടെ 1 × 8 8 ആണ്. 1 × 8 8. 10 × 1 എത്ര? 10 ആണ് കേട്ടോ. അല്ലെ, ആ 10 അതുപോലെ അങ്ങ് എഴുതി വെച്ചാലും മതി. ഇനി സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടോ എങ്ങനെയാണ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ 10 അതുപോലെ എഴുതി വെക്കുക. ഓക്കെ ആണോ? പ്ലസ്, അപ്പോൾ അത് കണ്ടു. അടുത്ത എന്താ ഉണ്ട്? 1 × 2 അല്ലേ? 1 × 2 2 ആണ്. ബൈ 10 × 6 എത്ര? 10 × 60 ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റിൽ കിട്ടുന്നത് കേട്ടോ. ഇതിനെ വേണേ നമ്മൾ മുമ്പ് സിംപ്ലസ്റ്റ് ഫോമിലോട്ട് മാറ്റിയതുകൊണ്ട് 1/3 എന്ന് വേണമെങ്കിൽ വരാം. അങ്ങനെ ആണെങ്കിൽ 1 × 1 1 ആണ്. 10 × 3 30 ആണ് കേട്ടോ. നമ്മൾ അങ്ങനെ ചെറുതാക്കിയിരുന്നെങ്കിൽ കേട്ടോ, ആക്കിയിരുന്നെങ്കിൽ. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ ചെയ്തു. അടുത്തത്, അപ്പോൾ ഇതാണേ കിട്ടുന്നത്. അടുത്തത് 5/6 = കേട്ടോ. ഈ സെയിം ഏതാണ്? 5/6നെ 10 വെച്ച് 100 വെച്ച് ചെയ്തപ്പോൾ എത്ര? 83 2/3. അപ്പോൾ അതെഴുതുക. 83 + 2/6 ഇൻറ്റു എത്ര വെച്ചാൽ? 1/100 വെച്ച്. ഇത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? 5/6 ആണ് നമ്മുടെ ചോദ്യം. നമ്മൾ അതിനെല്ലാം 10 വെച്ച് ചെയ്തു, 100 വെച്ച് ചെയ്തു, 1000 വെച്ച് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ആ കിട്ടിയതിനെയാണ് ഈ പറക്കി വെച്ചേക്കുന്നത് കേട്ടോ. പ്ലസ് ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. 83 രണ്ടാമത്തെ ഇതാണ് 83 2/6. അതിനെ നമ്മൾ അങ്ങ് ബ്രാക്കറ്റിൽ കയറ്റി എത്ര വെച്ചാൽ? 1/100. അപ്പോൾ മുമ്പ് ചെയ്ത പോലെ 1 × 83 83. 100 ഇൻറ്റു ഇവിടെ എന്തോ ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചോണം 1. അപ്പോൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല അത് കേട്ടോ. 100 പ്ലസ് അടുത്തത് 1 × 2. ഇത് ഫസ്റ്റ് ആളിനെയാണ് നമ്മൾ ആദ്യം പോയി കണ്ടത്. ഇനി രണ്ടാമത്തെ 1 × 2 2 ആണ്. ബൈ 100 × 6 600. ഓക്കെ ആണോ? അടുത്ത ഇനി ഒരെണ്ണം കൂടെ ചെയ്യാം. 5/6. അടുത്ത ഏതാ? 1000ൻ്റെ അല്ലേ? 1000ൻ്റെ എത്ര? 833 + 2/6. അതും ഇതുപോലെ ഇടുക. പ്ലസ് 1000 ഇടുക. 1000ൻ്റെ കണ്ടോ? ഇനി ആ ബ്രാക്കറ്റിൻ്റെ വെളിയിലുള്ള ആൾ പോയി കണ്ടേ. 1 × 8. ഇത് 1 × 800 833 തന്നെയാണ്. ബൈ 1000 × 1 1000 തന്നെയാണ്. പ്ലസ് 1 × 2 2 ആണ്. 1000 × 600 6000 ആണ്. ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇതിനകത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇത്ര എഴുതാനാണ്. അതായത് നമ്മളെ എന്ത് ചെയ്തു? നമ്മൾ ഡെസിമലിലോട്ട് മാറ്റാനാണ്. അപ്പം നമുക്കിതിനെ എങ്ങനെ എഴുതാം കേട്ടോ. ആദ്യമേ നമുക്ക് എത്ര കിട്ടിയത്? ഫസ്റ്റ് നോക്കൂ കുഞ്ഞുങ്ങളെ. 8/10 + 2/60 ആണ് കിട്ടിയത്. പിന്നെ 83/100 + 2/600 കിട്ടി. പിന്നെ 833 അല്ലേ? ഇവിടെ നോക്കിക്കേ. 10ൽ 8, 100ൽ 83, 1000ൽ 833 അല്ലേ? ഇവിടെ 60ൽ 2, 600ൽ 2, 6000ൽ 2 ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ കേട്ടോ. അപ്പോൾ ഇതിനെ ഡെസിമൽ ഫോമിലോട്ട് മാറ്റുമ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നോക്കിക്കേ. ഫസ്റ്റ് ഏതാ വന്നത്? നോക്കൂ നിങ്ങൾ. ഇതിൽ ഇത്രയും വന്നല്ലോ. ഞാൻ ഒരു എളുപ്പവഴി ഒന്ന് പറയാം കേട്ടോ. അതായത് നമ്മളോട് ചോദിച്ച ചോദ്യം എന്ന് പറയുമോ? 5/6 ആണ് കേട്ടോ. 5/6 ആണ്. 5/6 അല്ലേ? അപ്പോൾ 5നെ 6 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്യണം. നോക്കണേ, നല്ലപോലെ മനസ്സിലാക്കണേ. 5/6. 5-നകത്ത് 6 ഇത് പറ്റുമോ കുഞ്ഞുങ്ങളെ? 5-നകത്ത് 6 പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? മേലിലൊരു പോയിന്റ് കൊടുക്കുക. ഇത് മനസ്സിലാക്കണേ. ചെറിയ സംഖ്യയെ നമുക്ക് വലിയ സംഖ്യ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തോ? പോയിന്റ് ഇട്ട് കൊടുത്തു. പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് ഇപ്പുറത്തൊരു 0 ഇട്ട് കൊടുക്കണം. ഇവിടെ പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് ഇപ്പുറത്തൊരു 0. മനസ്സിലാക്കണേ. ഒരു എളുപ്പവഴിയാണെന്ന് പറയുക. അപ്പം നമുക്ക് എത്ര? 50 കിട്ടി. 6ൻ്റെ ടേബിൾ ചെല്ലുമ്പോൾ 50 വരുന്നുണ്ടോ? 6ൻ്റെ ടേബിൾ ഉണ്ട്. 6 8 48 വരുന്നുണ്ട് അല്ലേ? 6 8 48. ബാലൻസ് 2. ഇനി എത്ര 0 വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം.
കാരണം ഓൾറെഡി ഇവിടെ പോയിൻ്റ് ആയി. അപ്പോൾ ഇവിടെ ഒരു 20. 20-നകത്ത് 6 വരുന്നുണ്ടോ? 20-നകത്ത് 6 ഉണ്ട് അല്ലേ? 3 6 3 18 വരുന്നുണ്ട്. വീണ്ടും 2 വന്നിട്ടുണ്ട്. വീണ്ടും നമ്മൾ 0 ഇട്ടു. വീണ്ടും എന്താണ്? 6 3 18. വീണ്ടും എന്താണ്? 2 വന്നു. വീണ്ടും 3 ഇട്ട് കൊടുക്കുക. വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഡെസിമൽ ഫോം ഏതാ വന്നത് നിങ്ങളൊന്ന് നോക്കിക്കേ. 5/6 എന്ന് പറയുന്നതിൻ്റെ ഡെസിമൽ ഫോം പോയിന്റിൽ തുടങ്ങത്തില്ല. അപ്പോൾ നമ്മൾ 0.8333 എന്നായിരിക്കും അതിൻ്റെ ഡെസിമൽ ഫോം കേട്ടോ. ഇതൊന്ന് കാരണം ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ ഏത് സംഖ്യ വന്നാലും കേട്ടോ. ഇങ്ങനെ നിങ്ങൾ എഴുതാനും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേരെ. കാരണം നമുക്ക് കിട്ടിയ ആൻസർ ശരിയാണോ എന്ന് നിങ്ങൾക്ക് വല്ലൊരു ഡൗട്ട് വന്നാലോ. അതുകൊണ്ട് ഇങ്ങനെയായിരിക്കും ആൻസർ വരുന്നത് കേട്ടോ. മനസ്സിലാക്കണേ. ചെറിയ സംഖ്യ ആയിരിക്കും. ചെറിയ സംഖ്യ വലിയ സംഖ്യ കൊണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് വലിയ സംഖ്യ ആയല്ലോ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് അടുത്ത എക്സസൈസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിന് കിട്ടുന്നത് കേട്ടോ. ഏതാ 5/6 വരുന്നത് 0.833 എന്നും പറഞ്ഞാടേ കണ്ടോ. ഫസ്റ്റിൽ 8, പിന്നെ 8 കണ്ടോ 83 ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടേയിരിക്കും കേട്ടോ. 83 പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അതിൻ്റെ അടുത്ത ഒരെണ്ണം കൂടെ അങ്ങ് ചെയ്യാമെങ്കിൽ രണ്ടാമത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായിരുന്നു? 1/9. അതുകൊണ്ട് നോക്കിയേ 1/9 ആണ് രണ്ടാമത്തെ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് 10 1/9 10 വെച്ച് ചെയ്യുക. പിന്നെ 1/9 100 വെച്ച് ചെയ്യുക. 1/9 ഇനിയും ചെയ്യാം, പക്ഷെ നമുക്ക് 1000 വരെ മതി കേട്ടോ. ഒത്തിരി ചെയ്താൽ നമുക്ക് ഒത്തിരി സമയം പോവും. അപ്പോൾ അതൊക്കെ 1 × 10 10/9 അല്ലേ? രണ്ടാമത്തത് 100/9. മൂന്നാമത്തത് 1000/9. ഒരു 10 10, ഒരു 100 100, ഒരു 1000 1000. ഇതാണ് നമുക്ക് ഫസ്റ്റ് വരുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നോക്കിയേ 10നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഒരു 9 9 ബാലൻസ് 1. അപ്പോൾ നോക്കിയേ ഫസ്റ്റ് കോഷ്യൻറ്റിനെ എഴുതി, ഇവിടെ ഡിവൈസർ എഴുതി, ബാക്കി ശിഷ്ടം എഴുതി. ഇതാണ് ഒന്നാമത് വരുന്നത്. ഇനി രണ്ടാമത്തെയോ 100/9. ഒരു 9 9 10, ഒരു 9 9, വീണ്ടും 1. ഏതാ ഈ 11. ഈ താഴെ എന്താണോ വരുന്നത് അതങ്ങ് എഴുതിയാൽ മതി കേട്ടോ. ശിഷ്ടം എപ്പോഴും മേലിലായിരിക്കും. 11 1/9 രണ്ടാമത്തെ വന്നത് കേട്ടോ. മൂന്നാമത്തതോ അപ്പോൾ വീണ്ടും എന്തായിരിക്കും? 1 1 1 1/9 ആയിരിക്കും കേട്ടോ. അടുത്തതോ 4 1 ഇട്ടിട്ട് 1/, അങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും കേട്ടോ. രണ്ടെണ്ണം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മാറ്റിയിട്ട് ചെയ്തോ. 1 2 1 3 1 എന്നും പറഞ്ഞ് ഇങ്ങനെ പോവും കേട്ടോ. അപ്പം 3 എണ്ണം കിട്ടിയല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം. ഇപ്പം നമ്മൾ മുമ്പ് ചെയ്ത രീതി വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ ഇത് കഴിഞ്ഞു. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതിനെ 1/10 മുമ്പ് നമ്മൾ ചെയ്തില്ലേ? 1/10 വെച്ച് ചെയ്യണം. 1/100 1/1000. അപ്പോൾ ആദ്യം എന്താണ് ക്വസ്റ്റ്യൻ? അതുവഴി 1/9 അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈസിക്കൽ ടു ആദ്യത്തെ ആളാരാണ്? 1 + 1/9 അല്ലേ? 1 + 1/9. അതിനെ ബ്രാക്കറ്റ് ഇട്ടിട്ട് നമ്മൾ 10 വെച്ച് ചെയ്യുക. അപ്പോൾ പിടികിട്ടി കാണും അല്ലേ? മുമ്പ് ഇതൂടെ ആയപ്പോൾ പിടികിട്ടി കാണും. അടുത്ത ഏതാണ്? പിന്നെ രണ്ടാമത്തത് 11 + 1/9. അതിനെ എത്ര വെച്ച് ചെയ്യണം? 100 വെച്ച് 1/100 വെച്ച് ചെയ്യണം. അടുത്തതോ 111 + 1/9. അതിനെയോ ഇൻറ്റു 1/1000 വെച്ച് ചെയ്യാം. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ വെളിയിലാണ് ഇവരെല്ലാം കിടക്കുന്നത്. അത് ആദ്യത്തെ ആളിനെ പോയി കാണുക. 1 × 1 1/10. കാരണം 10 ഇവിടെ 1 ആണെങ്കിൽ 10 × 1 10. പിന്നെ 10 പ്ലസ് 1 × 1 രണ്ടാമത്തെ. ഇത് ഒന്നാമത്തെ ആളിനെ പോയി കണ്ടു. മനസ്സിലാക്കണേ. ഇത് കേട്ടോ. ഇവിടെ ഒന്നുണ്ടായിരിക്കും. നമ്മൾ ആദ്യമായിട്ടേ പറയുന്നുണ്ട് 1ൻ്റെ അർത്ഥം 1/1 കേട്ടോ. ഇനി രണ്ടാമത് 1 × 1 1, 10 × 9 90. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഇവിടെ 1 × 11 11. ഒന്നും ആലോചിക്കണ്ട. താഴെ ഏതാണോ കിടക്കുന്നത് അതങ്ങ് എഴുതിയാൽ മതി കേട്ടോ. ഇവിടെ നമുക്ക് എത്ര ആണോ കിട്ടുന്നത് അതങ്ങ് എഴുതിയാൽ മതി. 100 ആണ് കേട്ടോ. ഫസ്റ്റ് നമുക്ക് തന്നിക്കുന്ന അതങ്ങ് എഴുതിയാൽ മതി. ഒത്തിരി കുറച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. 1 × 1 1 ആണ്.
100 ഇൻറ്റു 9 900 ആണ്. അപ്പോൾ അതും കിട്ടി. ഇത് ഒരെണ്ണം ചെയ്യുമ്പോൾ നിങ്ങൾ താഴോട്ട് ആ ഓർഡർ ഒന്ന് നോക്കിയാൽ മതി നിങ്ങളെ. ഇവിടെ 10, ഇവിടെ 100, അപ്പോൾ ഇവിടെ എത്ര 1000, ഇവിടെ 90, ഇവിടെ 900. ഇത് ഒരെണ്ണം ചെയ്യുമ്പോൾ തന്നെ ഇത് ഒരു ചങ്ങല പോലെ അങ്ങ് പോയേക്കുക. നമ്മൾ വിചാരിക്കും എന്തുവാ ഇവിടെ അല്ലേ. നോക്കിയേ, നിങ്ങളെ കണക്കിലോട്ടൊന്ന് നോക്കിയേ. ഇതെല്ലാം നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് 3 എണ്ണം കിട്ടിയാൽ അതിനെ 1/10, 1/100, 1/1000 വെച്ച് അങ്ങ് ചെയ്താൽ മതി. അതും ചെയ്യാൻ എളുപ്പമാണ്. എന്താ നോക്കി, ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് എളുപ്പമാണ് അല്ലേ. 1 നോക്കിയേ എന്താ ചെയ്യുമ്പം ഫസ്റ്റ് നമ്മളെന്താ ഇതിനെ ഇതുകൊണ്ട് ചെയ്യുക. അപ്പോൾ ആ തന്നിരിക്കുന്ന ഫസ്റ്റത്തെ അതുപോലെ അങ്ങ് എഴുതിയാൽ മതി, ഒന്നും നോക്കണ്ട. പ്ലസ് 1 ഇൻറ്റു 1 1, പിന്നെ എത്ര ഇവിടെ 1, ഇവിടെ 2, അപ്പോൾ ഇവിടെ 3 ആയിരിക്കത്തില്ലയോ. ഇവിടെ 1 0, ഇവിടെ 2 0, ഇവിടെ 3 0. പിന്നെ ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്തുമായിരിക്കും 1000 ഇൻറ്റു 9 9000. എന്തുകൊണ്ടാണ്? ഓക്കെ, 90 900 9000. കണ്ടോ, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏതാണ്ട് വലിയ സംഭവമാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ നിങ്ങൾ. അപ്പം ഇത് 3 നമുക്ക് കിട്ടി. ഇനി ഇതിൻ്റെ എന്താ, ഇതിനെ വേണ്ട ഇതാണ് ഇതല്ലേ നമുക്ക് കിട്ടിയത്. ദശാംശ രൂപത്തിലോട്ട് മാറ്റുക അല്ലേ. ഏതൊക്കെയാ? ഫസ്റ്റ് 1, ഇതുണ്ട് എല്ലാം കണ്ടോ ഇങ്ങനെ തന്നെ വരും. ഏതാ സംശയം? നിങ്ങൾക്ക് ഇതാണോ സംശയം ഉള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ക്ലൂ. എന്താ, നമുക്ക് എന്ത് ചെയ്യണം? 1നെ 9 വെച്ചൊന്ന് ഡിവൈഡ് ചെയ്യാൻ. 1നെ 9 വെച്ച് പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു? പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് 0 ഇട്ടു. 10 മനസ്സിലാക്കണേ. 1നെ 9 വെച്ച് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല കുഞ്ഞുങ്ങളെ. അപ്പോൾ നമ്മൾ എന്ത് ഇട്ടു? പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് 0 ഇട്ടു. 10 10-നകത്തിൽ 9 ഒരു വട്ടം. ഓക്കെ, 10ൽ നിന്ന് 9 പോയാൽ 1. വീണ്ടും നമ്മൾ ഇട്ട് കൊടുത്തു 1. നോക്കിയേ 9, വീണ്ടും 1, പിന്നെ 0 എടുത്ത് കണ്ടോ ഇങ്ങനെ അങ്ങ് പോകും. അതാണ് നമുക്ക് കിട്ടുന്ന 1/9 = എത്ര വരും? 0.111 എന്ന് പറഞ്ഞ് കിട്ടുമെന്ന് കണ്ടോ. ഇത് നമുക്ക് ഇങ്ങനെയും ചെയ്ത് നോക്കാം, ശരിയാണോ എന്ന് ഇങ്ങനെയും ചെയ്ത് നോക്കാം കേട്ടോ. ഇതെല്ലാം എളുപ്പ വഴിയാണ്. അതിൻ്റെ ഒരെണ്ണം കൂടെ അങ്ങ് ചെയ്യാം നിങ്ങൾ. എത്ര 1/9 കഴിഞ്ഞ് എത്രയാണ് നമ്മുടെ അടുത്ത ചോദ്യം? 1/11. അതുകൂടെ അങ്ങ് ചെയ്യാം. 1/11 അല്ലേ. 1/11 ആകുമ്പോൾ 1/11നെ നമുക്ക് 10 വെച്ച് ചെയ്യാം. 1/11നെ നമുക്ക് 100 വെച്ച് ചെയ്യാം. 1/11നെ നമുക്ക് 1000 വെച്ചും ചെയ്യാം. 10 വെച്ചാകുമ്പം 10/11. 100 വെച്ചാകുമ്പം എത്ര? 100/11. പിന്നെ 1000 വെച്ചാകുമ്പം 1000/11. സംശയമില്ലേ? അതുപോലെ ഉണ്ട്. മൂന്നാമത്തെയാണ്, സംശയമൊന്നും കാണത്തില്ലല്ലോ. അതായത് ആദ്യം 10 വെച്ച് ചെയ്യുക, പിന്നെ 100 വെച്ച് ചെയ്യുക, പിന്നെ 1000 വെച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമല്ലേ. എന്താ മുമ്പത്തെ ചെയ്ത രീതിയിലാണ് ചെയ്താൽ മതി. ഏതാ ആദ്യമേ 1/11 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മളെങ്ങനെ 10/11 അല്ലേ ഇൻറ്റു ആദ്യം ഏതാ 1/10 വെച്ച് ചെയ്യുക അല്ലേ. രണ്ടാമത്തെ ഇതാണ് ഏതാ 100 നോക്കിയേ. ഇതെന്താ എടുക്കാൻ എന്തോന്നറിയോ? ഇതിൻ്റെ ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമാണെങ്കിൽ അതിനെ നമ്മൾ അതുപോലെ അങ്ങ് എഴുതിയാൽ മതി. അതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കേണ്ട കാര്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് എഴുതിയത്. എത്ര ഇങ്ങനെ കിട്ടി കേട്ടോ. എന്താ 10/110 വരും അല്ലേ. 110 × 11 110. ഇത് ഇത്ര എഴുതിയാൽ മതി. കാരണം എന്താണെന്നറിയോ? ഇവിടെ നോക്കിയേ, ഡിനോമിനേറ്റർ വലുതും ന്യൂമറേറ്റർ ചെറുതുമാണ്. അംശം ചെറുതും ഛേദം വലുതുമായതുകൊണ്ട് അതുപോലെ എഴുതിയാൽ മതി. ഇവിടെ നോക്കിയേ നിങ്ങളെ, ഇവിടെ നേരെ തിരിച്ചാണ് നോക്കിയേ. അപ്പം നമ്മളത് മാറ്റിയിട്ട് ചെയ്യണം. ഏതാ 100നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. 100നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എത്രയാ? 100നെ 11 ചെയ്യുമ്പം 9 11 99 വരും അല്ലേ. ബാലൻസ് പിന്നെ 1 വരും അല്ലേ. 9 11 99 എത്രയല്ലേ വരും? പിന്നെയും 10 വരും. അപ്പോൾ അവിടെ 9 വരുന്നത് അല്ലേ. 99 വന്നു, ശിഷ്ടം 1. അപ്പോൾ എത്ര വരുന്നത് ഇവിടെ? 9 എഴുതുക, 11 എഴുതുക, ശിഷ്ടം 1 എഴുതുക കേട്ടോ. ഇത് എഴുതണേ. മനസ്സിലായോ? 100നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം. അപ്പോൾ ഇവിടെ എങ്ങനെ ആയിരിക്കും? ഇവിടെ 1000 അല്ലേ. 1000നെ 11 കൊണ്ട് ഇരിക്കുമ്പം ഇവിടെ 1000 ആണെങ്കിൽ എങ്ങനെ എഴുതും? 1000നെ 11 കൊണ്ടാകുമ്പം 0 0 പറ്റത്തില്ല. അപ്പം ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കണം കേട്ടോ. അത് മറക്കല്ലേ. അത് നിങ്ങൾക്ക് അറിയാമോ 1000നെ? ഇപ്പം 1000 ഡിവൈഡ് 11. 11 9 99, ബാലൻസ് 1 10.
10 ഇവിടെ 0 താത്തിറക്കി അല്ലേ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, 10-നകത്ത് 11 പറ്റത്തില്ല. അപ്പം നമ്മൾ പോയിൻ്റ് ഇട്ട് കൊടുത്തു കേട്ടോ, പോയിൻ്റ്. പിന്നെ എന്താ 100 ആകുമ്പോൾ എന്താ വീണ്ടും 9 99 വീണ്ടും അങ്ങനെ പോവും കേട്ടോ. വീണ്ടും 1 അങ്ങനെ പോവും. ഇവിടെ നോക്കിയോ നിങ്ങളെ, ഇവിടെ 11 × 9 99 കേട്ടോ. 90 × 11 990 അപ്പോൾ ബാലൻസ് 90 കേട്ടോ. ഇത് നോക്കണേ, ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം കേട്ടോ. ഡിവൈഡ് നല്ലപോലെ ആലോചിച്ച് ചെയ്യണേ. അപ്പോൾ ഇവിടെ എത്ര വരുന്നത് 90 കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് തെറ്റല്ലേ കുഞ്ഞുങ്ങളെ കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ, ഇവിടെ എത്രയാണ് വരുന്നത് 1000-ൻ്റെ 90 അല്ലേ. ഫസ്റ്റ് 90, താഴെ തരുന്ന 11 1. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ എഴുതും, 10/11 എന്ന് പറയുന്നിടത്ത് എങ്ങനെയായിരിക്കും എഴുതുന്നത്, എങ്ങനെയായിരിക്കും 1/11 ഫസ്റ്റ് ഇവിടെ 10/110 അല്ലേ, അതൊക്കെ നമ്മൾ എഴുതിയില്ലേ. ഈ രണ്ടാമത്തെ എഴുതുക ഏതാ, 9 + 1/, അല്ലേ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇൻറ്റു 1/10 വെച്ച് ചെയ്തു, അടുത്ത 100 വെച്ച് കേട്ടോ. 10 വെച്ച് നമ്മൾ ചെയ്തായിരുന്നു, അടുത്ത 100 വെച്ച്. അപ്പോൾ എത്രയാണ് വരുന്നത്, 9 × 1 9/100 അത് അതുപോലെ എഴുതുക. പ്ലസ് 1 × 1 1 100 × 11 ഇട്ടിട്ട് പിന്നെ 2 0 കൊണ്ട് ഇട്ടാൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ. അടുത്ത നമ്മൾ എഴുതാ, അടുത്ത 90 അല്ലേ. 90 + 1/11 ഇൻറ്റു 1/1000. ആദ്യം 10 വെച്ച് ചെയ്യുക, പിന്നെ 100 വെച്ച് ചെയ്യുക, പിന്നെ 1000 വെച്ച് ചെയ്യുക. പിന്നെ വെളിയിൽ കിടക്കുന്ന സംഖ്യ ആയതുകൊണ്ട് അകത്ത് കിടക്കുന്ന ഓരോരുത്തരെയും ചെയ്യുക കേട്ടോ. അപ്പോൾ എത്ര, 1 × 90 90/1000. ഈ ഫസ്റ്റ് തരുന്ന നമ്പറാണ് ഈ താഴെ തരുന്നത് കേട്ടോ. പ്ലസ് 1 × 1 1 ആണ്. 1000 × 11 എത്ര 0 ഉണ്ടെന്ന് നോക്കി അത്രയും കിട്ടാതെ കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഡെസിമലി കിട്ടിയത് 1/10 9/100 അല്ലേ. 1/10 9/100 പിന്നെ 90/1000. ഇനി വേണമെങ്കിൽ എന്താ വീണ്ടും അങ്ങോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഇതാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ആൻസർ എഴുതുമ്പോൾ ഞാനൊരു എളുപ്പവഴി പറഞ്ഞായിരുന്നു അല്ലേ. ഏതാ നിങ്ങളെ 1/11 ഏതാണ് ചോദ്യം, 1/11 അതുകൂടെ ആണെങ്കിൽ ചെയ്യാം കണ്ട അതിൻ്റെ. അതായത് 1/11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ എങ്ങനെ എഴുതാൻ പറ്റും, 1-നെ അല്ലേ 1-നെ 11 വെച്ച് ചെയ്യാൻ പറ്റുമോ നോക്കിയേ, പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഒരു 0 ഇട്ട് കൊടുത്തു, പോയിൻ്റ് ഇട്ട് കൊടുത്തു അല്ലേ. പോയിൻ്റ് ഇട്ട് കൊടുത്ത ഒരു 0 ഇട്ട് കൊടുത്തപ്പോഴും നോക്കിയേ 10-നെ 11 വെച്ച് ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, മേലിലൊരു 0 ഇട്ട് കൊടുത്തു. ഉള്ളതൂടെ പോയല്ലേ കേട്ടോ. ഇത് ഇച്ചിരി കട്ട് ചെയ്യാമെന്ന് എനിക്കറിയാം. പക്ഷേ എന്താ കുറച്ചിതായിട്ട് എന്താ കൂലങ്കക്ഷമായിട്ടൊക്കെ ചിന്തിച്ച് പഠിക്കുന്നവർക്ക് ഇത് വളരെ എന്താ എളുപ്പം ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ നോക്കണേ കുഞ്ഞുങ്ങളെ, ഇപ്പം 11 ഡിവൈഡ് 1 1-നകത്ത് 11 വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, പോയിൻ്റ് ഇട്ടിട്ട് ഒരു 0 ഇട്ട് കൊടുത്തു. അപ്പോഴും നോക്കിയേ 10-നകത്ത് 11-ൻ്റെ ചെയ്യാൻ പറ്റത്തില്ല. 10-നകത്തിൽ 11-നെ ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പം നമ്മൾ മേലിലൊരു 0 ഇട്ട് കൊടുത്തിട്ട് താഴെ ഒരു 0 കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ മനസ്സിലായോ, മേലിലൊരു 0 കൂടി ഇട്ട് കൊടുത്തപ്പോൾ താഴെ ഒരു 0 കൂടെ. അപ്പോൾ എത്ര 0 ആയി നോക്കണേ. ഇനി എന്ത് ചെയ്യാം, 100-നകത്ത് 11 പറ്റുമല്ലോ അല്ലേ. 9 11 99 ബാലൻസ് 1 അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് സ്റ്റാർട്ടിങ് കിട്ടി. എന്താ 1/11 എന്ന് പറയുന്നതിനെ 0.09 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുവന്നു കേട്ടോ. പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് എഴുതിയാലും മതി. അങ്ങനെ നമുക്ക് അങ്ങോട്ട് ഇനിയും വേണമെങ്കിൽ ചെയ്യാം. 10 ഇട്ട് കൊടുക്കാം, പറ്റത്തില്ല. അപ്പോൾ നമ്മൾ മേളിൽ ഒരു 0 കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ താഴെ ഇട്ട് കൊടുത്തു കണ്ടോ. അങ്ങനെ വീണ്ടും എന്താണ് 9 വരും. അപ്പോൾ 09 09 09 എന്നും പറഞ്ഞ് അങ്ങനെ നമുക്ക് കിട്ടും. ഇതൊരു എളുപ്പവഴിക്ക് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. കാരണം നമുക്ക് ഈ ആൻസറാണ് ലാസ്റ്റ് കിട്ടുന്നത്, മനസ്സിലാക്കണേ. ഈ ആൻസർ ആയിരിക്കും. ഇപ്പം നമുക്ക് ഒരു ഉദാഹരണം ഞാൻ പറയുന്നത്, ഇപ്പം 2/13 എന്ന് പറയുക അല്ലേ. ഇപ്പം 2-നെ നമ്മൾ 13 വെച്ച് ചെയ്യാൻ പറ്റുമോ നോക്കുക കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു പോയിൻ്റ് ഇട്ടിട്ട് ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുക. ഒരു 13 കേട്ടോ. ബാക്കി 7 അല്ലേ വന്നത്, 7 13 പറ്റൂല, 70 ഇട്ട് കൊടുത്തു. അങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം നമുക്ക് കിട്ടുമെന്ന് കേട്ടോ. അറിയാമെങ്കിൽ മാത്രം ഈ രീതി ഉപയോഗിച്ചാൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ എന്താ മുമ്പ് ചെയ്ത പോലെ ഇത് മറക്കല്ലേ കുഞ്ഞുങ്ങളെ, ഫസ്റ്റ് 10 ഇട്ട് തന്നിരിക്കുന്ന സംഖ്യയെ 10 ഇട്ട് ചെയ്യുക
കേട്ടോ. അപ്പോൾ നമുക്കൊരു മിക്സഡ് ഫ്രാക്ഷൻ കിട്ടും. അങ്ങനെ 3 മെത്തേഡിലും ചെയ്യുക. ആ കിട്ടിയ ആൻസറിനെ എന്ത് ചെയ്യുക, 1/10, 1/100, 1/1000 കൊണ്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇതാണ് നമുക്ക് കിട്ടേണ്ടത് ഡെസിമൽ ഫോം. കണ്ടോ, ആദ്യം 8 നമുക്ക് ഇതങ്ങ് എഴുതി വെച്ചാലും മതി കേട്ടോ. ഈ ഒരു എമൗണ്ട് ലാസ്റ്റ് വരുന്ന എമൗണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട് വെച്ചാലും ശരിയാ കേട്ടോ. ഡെസിമൽ ഫോമാണ്. 0.833 എന്ന് എഴുതി വെച്ചാലും മതി. ഇത് ചെയ്യാൻ അറിയാവുന്നവർ മാത്രം ചെയ്താൽ മതി. കാരണം ഇത് നമുക്ക് ഉറപ്പ് വരുത്തണ്ടേ ഇത് നമ്മൾ ചെയ്തത് ശരിയാണോ എന്ന്. അതിനുവേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഓക്കെ നിങ്ങളെ, താങ്ക് യു.